ഇതാ ചായ കുടിക്കാൻ പോവാം കേട്ടോ. ചായ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായ, മധുരക്കിഴങ്ങ്, പിന്നെ ഇതാ ഇത് ഉള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയും ഉപ്പും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം ഞാൻ കഴിക്കട്ടെ. ആർക്കൊക്കെ വേണം? ഇത് തൊലിയോട് കൂടിയാണ് ഇത് വേവിച്ചത് കേട്ടോ. പുഴുങ്ങിയെടുത്തതാണ്. ആവിയിൽ സ്റ്റീമർ വെച്ചിട്ട് ആണ് ഇതാക്കിയത്. എന്നിട്ട് നമ്മളിത് ഈ തൊലി ഇങ്ങനെ കളയാം. തൊലി കളയാൻ അറിയില്ലേ? ഇതിങ്ങനെ കളയാം. എന്നിട്ട് ചമ്മന്തി ഉണ്ടല്ലോ, അതിങ്ങനെ വയ്ക്കുക. അങ്ങനെ ഇതങ്ങോട്ട് കഴിക്കുമ്പോണ്ടല്ലോ നല്ല എരിവും വെളിച്ചെണ്ണയും ഉള്ളിയും ഇടി ആകുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ. അടിപൊളി പറയല്ല, നല്ല എരിവുണ്ട്. ഇതേമാതിരി ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ്, ഒന്നും പറയാനില്ല. ആരുടെയൊക്കെ വായിൽ വെള്ളം വരുന്നുണ്ട്. പിന്നെണ്ടോ, ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. പിന്നെ അതെങ്ങനെയാണ് പിടിപ്പിക്കണതെന്ന് ഞാൻ പറയാം. ഇതിവിടെ തന്നെ ഉണ്ടായതാണ്. എങ്ങനെയാണ് പിടിപ്പിക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടില്ലേ മുള വന്നത്? ഉണ്ടോ? ഇങ്ങനെ സിങ്കിൻ്റെ അവിടെ വെച്ചാൽ മതി കേട്ടോ. നമ്മളെ അടുക്കളയിൽ ഞാൻ സിങ്കിൻ്റെ അവിടെയാണ് ഇത് വെച്ചത്. വെറുതെ ഇങ്ങനെ മുറിച്ചിട്ടത് കഷ്ണാക്കിയിട്ട് അറ്റത്തുള്ള ഈ ഇങ്ങനെയുള്ള ഭാഗം നോക്കിയിട്ട് മുറിച്ചിട്ട് ഇത് ഇങ്ങനെ വെച്ചാൽ മതി. നല്ലോണം മുളച്ച് വരും. മുളച്ച് വന്നതിന് ശേഷം നിറച്ച് അടിയിലൊക്കെ വേര് വരുമ്പോൾ നമുക്കൊരു കവറിലേക്ക് മണലും ചാണകപ്പൊടിയും എല്ലാം ചേർത്തിട്ട് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒന്നാന്തരം എന്താ പറയുക മധുരക്കിഴങ്ങ് നമുക്ക് പറിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേമാതിരി ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും. ഞാനിതവിടെ വെക്കണേ, സിങ്കിൻ്റെ അവിടെ. കാണാണ്ടോ നിങ്ങൾക്ക്? കണ്ടോയെന്ന് എനിക്കറിയില്ല.